നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും RRB ഗ്രൂപ്പ് ഡിയുടെ മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ ലോസ് ഓഫ് മോഷൻ ആണ് കേട്ടോ. അതായത് ചലന നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. നേർരേഖാചലനത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ ആക്സിലറേഷൻ, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നീട് ന്യൂട്ടൻ്റെ ചലന സമവാക്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് RRB ഗ്രൂപ്പ് ഡിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ ആ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ്, ബലവും ചലന നിയമങ്ങളും. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റത്തെ കോൺസെപ്റ്റ് തന്നെ ഫോഴ്സ് അഥവാ ബലമാണ്. എന്താണ് ബലം അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ബലം അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബലം എന്ന് പറയുന്നത് അല്ലേ. തള്ളുകയോ വലിക്കുകയോ ചെയ്യുന്നതിനെ അത് സിംപ്ലി നമ്മൾ പറയും. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിനെ ചലിപ്പിക്കുവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഒരു ബലം അല്ലേ, അല്ലെങ്കിൽ ഒരു പുഷ് ആണ്, അല്ലെങ്കിൽ ഒരു തള്ളലാണ്. അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഒരു ബലം, അല്ലെങ്കിൽ എന്താണ്? ഒരു വലിവ്. അതിനെയും നമ്മൾ എന്ത് പറയും? ബലം എന്ന് പറയും അല്ലേ. നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിനെ എന്താണ്? ചലിപ്പിക്കുവാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനോ നമ്മളൊരു വസ്തുവിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണോ അതിനെയാണ് അതിൻ്റെ ഫോഴ്സ് അഥവാ ബലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ബലത്തിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ. ഇനി നമ്മൾ കുറച്ചുകൂടി ഫിസിക്സ് പരമായിട്ട് പറഞ്ഞാൽ ഫോഴ്സിലേക്ക് വരുമ്പോൾ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫിസിക്സ് പരമായിട്ട് പറയുകയാണെങ്കിൽ ഫോഴ്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ എന്ന് പറയും. പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകണം. അതായത് ഫസ്റ്റ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ കണ്ടതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ലോസ് ഓഫ് മോഷൻ കാണാവൂ. കാരണം എല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. എല്ലാം കണക്റ്റഡായി പോവുകയാണ്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞു. മാസ് എന്താടാ? ആ ബോഡിയുടെ വെയിറ്റ് അല്ലേ. ഏതൊരു ഒബ്ജക്റ്റിലാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഫോഴ്സിൻ്റെ വെയിറ്റിനെയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. അപ്പോൾ ഫോഴ്സ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കണം എന്തായിരിക്കും ഇവിടെ അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ എന്താണ് വെലോസിറ്റിയുടെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ നമ്മൾ ആക്സിലറേഷനിലേക്ക് വന്നു. ആക്സിലറേഷൻ പറയുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. വീണ്ടും മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്. അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇനി മാസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഞാൻ പറഞ്ഞു മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും മാസിൻ്റെ യൂണിറ്റ്? കിലോഗ്രാം. നമ്മൾ വെയിറ്റിനെ എപ്പോഴും എന്താണ്? കിലോഗ്രാമിലല്ലേ പറയുന്നത്. ഗ്രാമിലും ഒക്കെ പറയുമെങ്കിലും നമ്മൾ യൂണിറ്റ് ഒക്കെ എടുക്കുമ്പോൾ എപ്പോഴും എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ് അഥവാ SI യൂണിറ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തുമായിരിക്കും ഇവിടെ? ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ആക്സിലറേഷൻ്റെത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ടോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊക്കെ ഇങ്ങനെ പറയാൻ പാടായതുകൊണ്ടല്ല, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നതാണ് ന്യൂട്ടൺ കേട്ടോ. സോ നമുക്ക് പറയാം 1 Newton is equal to
1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതാണ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ന്യൂട്ടനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ N ആണ്. കണ്ടോ? അപ്പം നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ 5 ന്യൂട്ടൺ 3 ന്യൂട്ടൺ 6 ന്യൂട്ടൺ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കണ്ടോ? ഓക്കെ അല്ലേ? ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം എന്താണ് 1 ന്യൂട്ടൺ ഈസ് ഇക്വലൻ ടു എന്താണ്? ഓപ്ഷനിൽ കാണും 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, 1 കിലോഗ്രാം മീറ്റർ, 1 കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ക്യൂബ്, അങ്ങനെ പല രീതിയിൽ വരാം. അപ്പോൾ എന്താണെന്ന് ആലോചിക്കുക. എന്താണ് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? ഇതാണ് ഫോഴ്സ് അഥവാ ബലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഇനേർഷ്യ. കേട്ടിട്ടുണ്ടോ ഇനേർഷ്യ? എന്താണ് ഇനേർഷ്യ? ഇനേർഷ്യ എന്ന് കേട്ടിട്ടുണ്ടോ? ജഡത്വം. ജഡത്വം എന്ന് പറയും. ജഡത്വം എന്താണ്? ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ എന്താണെന്നറിയാമോ? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു വസ്തുവിനെ, യൂണിഫോം മോഷൻ എന്താണെന്ന് പറഞ്ഞു? എന്താണ്? ഒരു വസ്തു ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ടൈം ഇൻ്റർവെലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ നമുക്കത് യൂണിഫോം മോഷനിലാണ് പോകുന്നതെന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമായി തന്നെ തുടരുവാനും അതല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു വസ്തുവിന് യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാനുമുള്ള ഒരു കഴിവ്. പക്ഷേ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എപ്പോൾ വരെ? അപ്പോൾ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നത് വരെ ഒരു ഒബ്ജക്റ്റിന് എന്താണ്? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒബ്ജക്റ്റിന് നിശ്ചലാവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു വസ്തുവിന് യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അങ്ങനെയുള്ള ഒരു കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയാറുണ്ട് ഇനേർഷ്യ ഈസ് ദ മെഷർ ഓഫ് മാസ് ഓഫ് ദ ബോഡി. അതായത് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസുമായിട്ട് റിലേറ്റഡ് ആണെടാ. ഒരു ഒബ്ജക്റ്റിന് ഗ്രേറ്റർ മാസ് കൂടുതലാണെങ്കിൽ അത് ഇനേർഷ്യ കൂടുതലായിരിക്കും. മാസ് കുറവാണെങ്കിൽ ഇനേർഷ്യ കുറവായിരിക്കും. ആ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചേക്കണേ. എന്താണ്? ഇനേർഷ്യ ഈസ് ദ മെഷർ ഓഫ് മാസ് ഓഫ് ദ ബോഡിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനേർഷ്യ എന്താണ്? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള കഴിവ്. അതല്ലെങ്കിൽ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തന്നെ തുടരുവാനുള്ളൊരു കഴിവ്. അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ടൈപ്സ് ഓഫ് ഇനേർഷ്യ. അതായത് പ്രധാനമായിട്ടും നമുക്ക് 3 ടൈപ്പ് ഇനേർഷ്യ ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്പാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. രണ്ടാമത്തെ ടൈപ്പാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. മൂന്നാമത്തെ ടൈപ്പാണ് എന്ത്? ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഫസ്റ്റ് വൺ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അഥവാ നിശ്ചല ജഡത്വം. നിശ്ചല ജഡത്വം എന്ന് പറയും. അപ്പൊ എന്താണ് നിശ്ചല ജഡത്വം? എന്തായിരിക്കും? ഞാൻ ആദ്യം പറഞ്ഞു ജഡത്വം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മൂവ് ചെയ്തുകൊണ്ട് പോകാനുള്ള ടെൻഡൻസി, അതല്ല റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളിന് റെസ്റ്റിൽ തന്നെ പോകാനുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്തായിരിക്കും? ദ എബിലിറ്റി ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ് ടു മൂവ് ബൈ ഇറ്റ് സെൽഫ് വിതൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. കണ്ടോ? അതായത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നത് വരെ ഒരു ഒബ്ജക്റ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റിൽ തന്നെ പോകാനുള്ള ഒരു ടെൻഡൻസി. എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നത് വരെ, ശ്രദ്ധിക്കണം ആ പോയിന്റ്, എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നത് വരെ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്കൂൾ കാലം മുതൽ തന്നെ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് അതിന്, അല്ലേടാ? നമ്മളെല്ലാവരും ഒരു നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ബസ് അവിടെ സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ബസ്സിനകത്ത് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ആദ്യമേ പോയി സീറ്റിലൊക്കെ കയറി ഇരുന്നു, അല്ലേ? ഓക്കെ. കുറച്ച് കഴിഞ്ഞു നമ്മുടെ ഡ്രൈവർ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും എന്താണ്? സ്വാഭാവികമായിട്ടും പിറകിലേക്ക് പോകാറില്ലേ? അല്ലേ? സഡനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ഇരിക്കുന്നവരെല്ലാവരും എന്താണ്? ബാക്കിലേക്കൊന്ന് പോകാറുണ്ട്. അതെന്തുകൊണ്ടാണ്?
അതാണ് ഈ പറഞ്ഞ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും റെസ്റ്റിലായിരുന്നു അല്ലേ? അപ്പം നമ്മളെല്ലാവരും നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒബ്ജക്റ്റുകളായിരുന്നു. ഇനി പെട്ടെന്ന് വണ്ടി മൂവ് ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും എന്താണ് നമ്മുടെ ടെൻഡൻസി അവിടെ തന്നെ നമ്മളിരുന്ന റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. അതുകൊണ്ടാണ് വണ്ടി മുന്നോട്ട് പോയിട്ടും നമ്മൾ പിറകിലേക്ക് പോകുന്നത്. അപ്പോൾ അതെന്തിന് എക്സാമ്പിൾ ആണടാ? ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഉദാഹരണമാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പഠിക്കാം ഇനേർഷ്യ ഓഫ് മോഷൻ അഥവാ ചലനജഡത്വം. എന്താണ് ചലനജഡത്വം? ചലനജഡത്വം എന്താണ് പറയുന്നത്? ദ ഇനബിലിറ്റി ഓഫ് എ മൂവിംഗ് ബോഡി ടു കം ടു റെസ്റ്റ് ബൈ ഇറ്റ് സെൽഫ്. അതായത് എന്താണ്? അതായത് ഒരു ഒബ്ജക്റ്റിന് എന്താണ് സ്വന്തമായിട്ട് റെസ്റ്റിലേക്ക് വരാനുള്ളൊരു കഴിവില്ലായ്മ. അതല്ലെങ്കിൽ എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്, നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നത് വരെ മൂവ് ചെയ്തു പോകാനുള്ള ഒരു ടെൻഡൻസി, അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് ഇനേർഷ്യ ഓഫ് മോഷൻ അഥവാ എന്ത് ചലനജഡത്വം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടെ അതിന് ഉദാഹരണം? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണേ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ പിടിച്ചു നിർത്താൻ നോക്കി, അതായത് ഒരു ഫോഴ്സ് കൊടുത്തു. കണക്ട് ചെയ്ത് പഠിക്കണേ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിനെ ഫോഴ്സ് എന്ന് പറയുമെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് വന്ന് നിൽക്കാൻ നോക്കും അല്ലേ? പക്ഷേ എന്താണ് ഈ ഒരു ഫോഴ്സ് കൊടുത്തെങ്കിൽ പോലും ചില ഒബ്ജക്റ്റ് എന്താണ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനൊരു കഴിവുണ്ട് കുറച്ച് നേരവും കൂടി. അതിനെയാണ് ചലനജഡത്വം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ബസ്സിൻ്റെ ഉദാഹരണം തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ബസ് നേരത്തെ ആദ്യം കയറി ഇരുന്നപ്പോൾ നമ്മളെല്ലാവരും ബസ് ഫ്രണ്ടിലോട്ട് പെട്ടെന്ന് എടുത്തപ്പോൾ എല്ലാവരും ബാക്കിലേക്കൊക്കെ പോയി അല്ലേ? അതൊക്കെ കഴിഞ്ഞ് നോർമലായി നമ്മൾ ബസ്സിലിരുന്ന് നമ്മളെല്ലാവരും പോവുക. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ നമ്മുടെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി അല്ലേ? ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി. അപ്പോൾ എന്ത് സംഭവിക്കൂടാ? ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും ഫ്രണ്ടിലേക്ക് വരത്തില്ലേ? മുന്നേക്ക് വരത്തില്ലേ? അതെന്തുകൊണ്ടാടാ? അപ്പോൾ നേരത്തെ ആണെങ്കിൽ എന്താണ് നിർത്തിയിട്ടിരുന്നപ്പോൾ വണ്ടി എടുത്തപ്പോൾ എല്ലാവരും ബാക്കിലേക്ക് പോയി. അതായത് നമ്മളെല്ലാവരും റെസ്റ്റിലായിരുന്നു, നമുക്ക് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഒരു പ്രവണത നമ്മൾ കാണിച്ചു. അതായിരുന്നു ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളെല്ലാവരും ഫ്രണ്ടിലേക്ക് പോയി. അതായത് നമ്മളെല്ലാവരും എന്തായിരുന്നു? മൂവിങ് ഒബ്ജക്റ്റുകളായിരുന്നു, ചലിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചേ? ഫോഴ്സ് കൊടുത്ത് വണ്ടി നിന്നെങ്കിൽ പോലും നമുക്കപ്പോഴും മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണുള്ളത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും മുമ്പിലേക്ക് പോകുന്നത്. മനസ്സിലായോ? ഈ ഫിഗർ കണ്ടോ? അതാണ് എന്തെന്ന് പറയുന്നത്? ഇനേർഷ്യ ഓഫ് മോഷൻ. ഈ ഇനേർഷ്യ ഓഫ് മോഷൻ നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ബസ്സിൻ്റെ കേസ് അല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോടാ? ഉണ്ടോ? നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉദാഹരണം. നമ്മൾ ഫാന് നമ്മൾ ഓൺ ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഫാൻ ഓഫ് ചെയ്തു. ഫാൻ ഓഫ് ചെയ്ത ഉടൻ തന്നെ അത് അപ്പോഴേ നിൽക്കുമോ? നമ്മൾ ഈ മിക്സിയൊക്കെ ഓഫ് ചെയ്യുമ്പോൾ മിക്സി സ്റ്റോപ്പ് ആവുന്ന പോലെ ഫാൻ നിൽക്കാറുണ്ടോ? ഇല്ലല്ലോ. ഫാൻ നമ്മൾ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് കംപ്ലീറ്റ്ലി കറങ്ങി സ്ലോ ഡൗൺ ചെയ്ത് വരുന്നത് അല്ലേ? സോ അതെന്താണ്? അത് ഈ പറഞ്ഞ ഇനേർഷ്യ ഓഫ് മോഷന് ഉദാഹരണമാണ്. മനസ്സിലായോ? അതായത് നമ്മൾ പെട്ടെന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഇലക്ട്രിക് ഫോഴ്സ് കൊടുത്തത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും അതെന്താണ്? അതിൻ്റെ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പതുക്കെയാണ് അത് സ്ലോ ഡൗൺ ചെയ്ത് വരുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഒന്ന് ആലോചിച്ച് നോക്കിയടാ. നമ്മൾ ഈ അത്ലറ്റ്സ് ഒക്കെ ഇല്ലേ, അത്ലറ്റ്സ് അവർ ഈ ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ട് എന്താണ് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഓടിപ്പോയി അവരുടെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ എല്ലാം കഴിഞ്ഞു, മത്സരം കഴിഞ്ഞിട്ടും അവർ കുറച്ച് നേരവും കൂടി ഇങ്ങനെ പതുക്കെ മുന്നേട്ട് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മത്സരമൊക്കെ കഴിഞ്ഞെങ്കിലും കുറച്ച് നേരവും കൂടി മുമ്പത്തെ മുന്നോട്ട് ഓടി പോകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും ഈ പറഞ്ഞ ഇനേർഷ്യ ഓഫ് മോഷൻ ഉദാഹരണമാണ്. ഓൾറെഡി നമ്മുടെ മത്സരം അവിടെ അവസാനിച്ചെങ്കിൽ പോലും അവരെന്താണ്? ഒരു മൂവിങ് ബോഡി ആയിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ആയെങ്കിൽ പോലും കുറച്ച് നേരവും കൂടി അത് മൂവ് ചെയ്ത് പോകാനുള്ളൊരു ടെൻഡൻസി അവിടെ കാണിക്കുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ അത്ലറ്റ്സിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. അതും ഈ പറഞ്ഞ ഇനേർഷ്യ ഓഫ് മോഷൻ ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? ഓക്കെ.
അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എന്താണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് നിശ്ചലമായ അവസ്ഥയിൽ തന്നെ തുടരുവാനുള്ള കഴിവുണ്ടെന്ന്. അതിന് നിങ്ങൾ വേറെ ഏതെങ്കിലും ഉദാഹരണം കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ഈ മാവൊക്കെ പിടിച്ച് കുലുക്കുമ്പോൾ, മാവില്ലേ മാവ്, ആ മാവ് ഒക്കെ പിടിച്ച് കുലുക്കുമ്പോൾ അതിൻ്റെ മാങ്ങയും ഇലകളും ഒക്കെ ഞെട്ടറ്റ് വീഴുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? താഴേക്ക് നിർബാധം വീഴുന്ന കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താണ് അതിൻ്റെ കാരണം? അത് ഈ പറഞ്ഞ എന്താണ് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്, അതല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഉദാഹരണമാണ്. അതായത് ഫസ്റ്റിലെ ഇനിഷ്യലി എന്തായിരുന്നു, ആ മാവിലെ ലീഫെല്ലാം റെസ്റ്റിലായിരുന്നു അല്ലേ, ലീഫ് അല്ലെങ്കിൽ ആ മാംഗോ ഒക്കെ റെസ്റ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് അത് പിടിച്ച് കുലുക്കുകയാണ്, ഷേക്ക് ചെയ്യുകയാണ്. ഷേക്ക് ചെയ്യുമ്പോൾ ആ കൊമ്പെല്ലാം ഇങ്ങനെ കുലുങ്ങും, പക്ഷേ അപ്പോഴും അതിനകത്തെ ലീവ്സിന് എന്താണ് റെസ്റ്റിൽ തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത് ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നത്. മനസ്സിലായോ? അതെന്തിന് ഉദാഹരണമാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് ഉദാഹരണമാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാരംസിൻ്റെ ആ ഒരു എന്താണ് ആ റൗണ്ട് പീസുകളില്ലേ, ക്യാരം പീസുകൾ, അത് നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഏറ്റവും അടിയിലുള്ളതിനെ നമ്മളിങ്ങനെ തട്ടിയാലും ബാക്കിയുള്ളതെല്ലാം താഴേക്ക് വീഴുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും അടിയിലുള്ളതിനെ തട്ടി മാറ്റിയാലും ബാക്കിയുള്ള എല്ലാം അതേപോലെ താഴേക്ക് വീഴുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതും എന്താണ്? അതും ഈ പറഞ്ഞ നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം അവരെല്ലാവരും റെസ്റ്റിലായിരുന്നു ആദ്യമേ. പെട്ടെന്നൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചേ? റെസ്റ്റിലിരുന്ന ആൾക്കാർക്ക് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു പ്രവണതയാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതൊക്കെയാണ് നമ്മുടെ ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. നമ്മൾ ന്യൂട്ടൻ്റെ ചലന സമവാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? V is equal to u plus at, S is equal to ut plus half at square, v square minus u square is equal to 2as. ഇത് മൂന്നും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ ചലന നിയമം, ഒന്നാം ചലന നിയമം പറയുന്നത് നമുക്ക് നോക്കാം. എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or uniform motion in a straight line unless compelled by some external force to act otherwise. എന്താണ്? വായിച്ചിട്ട് മനസ്സിലായോ? അതായത് വേറൊന്നുമില്ലടാ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ ഇനേർഷ്യയെ കുറിച്ച് പറഞ്ഞില്ലേ, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷനിലും പറയുന്നത്. അതായത് എന്താണ്? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു വസ്തുവിനോ നമ്മളൊരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നത് വരെ ആ വസ്തു അതേ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം പറയുന്നത്. അതാണ് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു വസ്തുവിനെ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ ആ വസ്തു അതേ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം പറയുന്നത്. ഓക്കെ. അപ്പം നിങ്ങളിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്താണ്? ഇത് കണ്ടോ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ റെസ്റ്റിലാണ്, ഒരു ബുക്ക് ടേബിളിൻ്റെ പുറത്ത് റെസ്റ്റിലിരിക്കുകയാണ്. ഇനി ഒരു കാറ് റോഡിലൂടെ യൂണിഫോം മോഷനിൽ പോവുകയാണ്. കണ്ടോ? ഈ രണ്ട് കേസിലും ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നില്ല എന്നിരിക്കട്ടെ, എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് ഇവിടെ കൊടുക്കുന്നില്ല എങ്കിൽ ഇവർ ഇതേ അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് നമ്മളിവിടെ കൊടുക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് 0 ആയിരിക്കും അല്ലേ? അതായത് റെസ്റ്റിൽ തന്നെ ഇരിക്കുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു വസ്തുവിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആയിരിക്കും. നമ്മൾ വിചാരിക്കും യൂണിഫോം മോഷനിൽ പോകുമല്ലേ, മോഷനിലായിരിക്കുമ്പോൾ അവിടെ ഫോഴ്സ് കാണൂലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇല്ല, അവിടെ ആക്സിലറേറ്റഡ് മോഷൻ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്പീഡ് കൂടിയും കുറഞ്ഞൊക്കെ പോകുന്ന മോഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം അവിടെ ഫോഴ്സ് ഉണ്ട് എന്ന് പറയാം. പക്ഷേ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആയിരിക്കും. അതുപോലെ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഫോഴ്സും 0 ആയിരിക്കും. അതായത് നെറ്റ് ഫോഴ്സ്. ഓക്കെ, നെറ്റ് ഫോഴ്സ് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്ത് പറയണം. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് 0 എന്ന് പറഞ്ഞു. അപ്പോൾ ഫോഴ്സ് 0 ആണെങ്കിൽ അവിടുത്തെ ആക്സലറേഷൻ 0 ആയിരിക്കത്തില്ലേടാ, അല്ലേ? കാരണം ആക്സലറേഷന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആക്സലറേഷൻ ഉണ്ടാകുന്ന ഡയറക്ഷനിലാണ് ഫോഴ്സിനും ഡയറക്ഷൻ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു F is equal to m into a ആണ്. അതിൽ a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ആക്സലറേഷന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആക്സലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആക്സലറേഷൻ പോകുന്ന ഡയറക്ഷൻ ആയിരിക്കും ഈ ഫോഴ്സിന് കിട്ടുന്നത്.
F is equal to m into a. A ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതായത് എയ്ക്ക് ഡയറക്ഷൻ ഉണ്ട്, അതേ ഡയറക്ഷൻ ആയിരിക്കും ഫോഴ്സിന് കിട്ടുന്നതെന്ന് പഠിച്ചു. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടുത്തെ ആക്സിലറേഷനും ഫോഴ്സും 0 ആണ്. അതുപോലെ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. അതായത് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്നില്ല എങ്കിൽ, അല്ലേ, അല്ലെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത് വരെ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒന്നാം ചലന നിയമത്തിന്റെ അഡ്വാൻറ്റേജസ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഇറ്റ് ഗേവ് പ്രോപ്പർ ഡെഫിനിഷൻ ടു ഫോഴ്സ്. ഫോഴ്സിന് പ്രോപ്പർ ആയൊരു ഡെഫിനിഷൻ തന്നു, അല്ലേ? ഞാൻ ആദ്യം എന്തുവാ പറഞ്ഞ, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പുഷ് അല്ലെങ്കിൽ പുൾ, അല്ലേ, അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനോ ആ വസ്തുവിൽ കൊടുക്കുന്നത് എന്താണോ അതാണ് അതിൻ്റെ ബലമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് പറയാൻ സഹായിച്ചത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ഉള്ളത് കൊണ്ടല്ലേ, അല്ലേ? അപ്പോൾ പറയാം എന്താണ്, ഇറ്റ് ഗീവ് പ്രോപ്പർ ഡെഫിനിഷൻ ടു ഫോഴ്സ്. സോ ഫസ്റ്റ് പോയിന്റ്, ഫോഴ്സിന് കറക്റ്റ് ആയിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കാൻ സാധിച്ചു ഒന്നാം ചലന നിയമത്തിലൂടെ. രണ്ടാമത്തെ പോക്കിയടാ, രണ്ടാമത്തെ എന്താ പറയുന്നേ? ഇറ്റ് ഗീവ്സ് പ്രോപ്പർ ഡെഫിനിഷൻ ടു ഇനേർഷ്യ. കണ്ടോ, ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വത്തിന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ കൊടുക്കാൻ സഹായിച്ചത് അല്ലെങ്കിൽ സാധിച്ചത് എന്താണ്, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ഉള്ളത് കൊണ്ടാണ്, അല്ലേ? ഈ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ പറയുന്ന കാര്യം തന്നെയല്ലേ ഈ പറഞ്ഞ ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ, അല്ലേ? അതെ, അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഒരു റെസ്റ്റിൽ തന്നെ തുടരുവാനും അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരാളിന് അതേ രീതിയിൽ തന്നെ തുടരുവാനും സാധിക്കും. എപ്പോൾ വരെ? എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നത് വരെ. ഓക്കെ അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമവും ബലവും ജഡത്വവും. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, മൊമെന്റം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൊമെന്റം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആക്കം എന്ന് പറയും. ആക്കം അല്ലെങ്കിൽ ആഘാതം എന്നൊക്കെ പറയും. ആക്കം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ആക്ക സംരക്ഷണ നിയമം കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ആക്കം എന്ന് നോക്കാം. ആ പേരിൽ തന്നെ ഉണ്ട്. ആ മലയാളം പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താണ്? ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയാണിത്. ഒരു പർട്ടിക്കുലർ മാസുള്ള ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് മാസ്. കണ്ടോ, മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസിന്റെയും വെലോസിറ്റിയുടെയും എന്താണ്? പ്രോഡക്റ്റ് ആണ് മൊമെന്റം. ഇനി നമ്മൾ ഈ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ പി ആണ് കേട്ടോ. നമ്മൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല, നമ്മൾ വിചാരിക്കും എം ആയിരിക്കുമെന്ന്. എം ആണോ? എം അല്ല. മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? പി ആണ്. പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എന്ന് പറയും. അപ്പം നോക്കിയടാ, പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. ഇതിൽ ഞാൻ പറയുകയാണ് എമ്മിൻ്റെ വാല്യൂ കൂടിയാൽ എന്ത് സംഭവിക്കും? പി ഈസ് ഈക്വൽ ടു എം വിയിൽ എമ്മിൻ്റെ വാല്യൂ കൂടിയാൽ എന്താണ്? മൊമെന്റം കൂടും, അല്ലേ? മാസ് കൂടിയാൽ മൊമെന്റം കൂടും. അതുപോലെ തന്നെ വെലോസിറ്റി കൂടിയാലും എന്താണ്? മൊമെന്റം കൂടും. മാസ് കൂടിയാലും മൊമെന്റം കൂടും, വെലോസിറ്റി കൂടിയാലും മൊമെന്റം കൂടും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ മൊമെന്റത്തെക്കുറിച്ച് ഒന്ന് സിമ്പിളി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരേ ഹൈറ്റിൽ ഒരാൾ ഒരു വീടിൻ്റെ ടെറസിൽ നിൽക്കുകയാണേ. ടെറസിൽ നിന്നിട്ട് താഴെ നിൽക്കുന്ന വേറെ ഒരു വസ്തുവിലേക്ക് എന്താണ്, ഇപ്പം ടെറസ് ആകുമ്പം സെയിം ഹൈറ്റിൽ നിൽക്കുകയാണേ. അപ്പോൾ താഴെ നിൽക്കുന്ന ഒരു വസ്തുവിലേക്ക് ഒരു തേങ്ങ, അല്ലേ, തേങ്ങയില്ലേ, കോക്കനട്ട്, തേങ്ങ എടുത്തിടുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം എന്താണ്, അതേ ഹൈറ്റിലേക്ക് ഒരു ചെറിയ മാങ്ങയും കൂടി ഇട്ടു. തേങ്ങയും ഇട്ടു, മാങ്ങയും ഇട്ടു. അപ്പോൾ ഈ രണ്ട് കേസിലും അവിടെ എന്തുണ്ടായി? മൂവിങ് ഒബ്ജക്റ്റ് ആണ്. അതിന് എന്തുണ്ടാവും? മൂവിങ് ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ മാസ് കൂടി ഉണ്ടെങ്കിൽ അവിടെ മൊമെന്റം ഉണ്ടാവും എന്നറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ രണ്ട് കേസിലും ആരുണ്ടാക്കിയ മൊമെന്റം ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ആക്കമായിരിക്കും കൂടുതൽ?
ആരുണ്ടാക്കിയതായിരിക്കും? തേങ്ങ വന്ന് വീഴുമ്പോൾ ഉള്ള ആക്കമാണോ കൂടുതൽ, അതോ നമ്മുടെ മാങ്ങ വന്ന് വീഴുമ്പോൾ ഉള്ള ആക്കമാണോ കൂടുതൽ? തേങ്ങ വന്ന് വീഴുമ്പോൾ ആയിരിക്കും അല്ലേ? എന്തുകൊണ്ട്? തേങ്ങയ്ക്ക് ആവുമ്പോൾ കുറച്ചുകൂടി മാസ് കൂടുതലാണ്. അപ്പോൾ മാസ് കൂടുമ്പോൾ അതുമൂലമുള്ള മൊമെൻറ്റവും കൂടും. കണ്ടോ, മാസ് കൂടുമ്പോൾ മൊമെൻറ്റം കൂടും. ഫസ്റ്റത്തെ പോയിന്റ് മനസ്സിലായോ? മാസ് കൂടുമ്പോൾ മൊമെൻറ്റം കൂടും. ഇനി വെലോസിറ്റിയുടെ കാര്യം നോക്കി. വെലോസിറ്റിയാണ് കൂടുന്നതെങ്കിലോ? വെലോസിറ്റിയാണ് കൂടുന്നതെങ്കിലും ഈ പറഞ്ഞ മൊമെൻറ്റം കൂടുമെന്ന് പറയുന്നു. ഓക്കെ, അതായത് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ 5 ഗ്രാം മാസമുള്ള 2 സ്റ്റോൺ ഉണ്ട്. എൻ്റെ അടുത്ത് 5 ഗ്രാം വീതം മാസമുള്ള 2 സ്റ്റോണുകളുണ്ട്. അപ്പോൾ ദൂരെ ഒരു നായ നിൽക്കുകയാണേ. അപ്പം ഞാൻ ഫസ്റ്റത്തെ സ്റ്റോൺ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒരു 5 മീറ്റർ പെർ സെക്കൻഡിൽ ഞാൻ എറിഞ്ഞു. ഓക്കെ, 5 മീറ്റർ പെർ സെക്കൻഡിൽ നായയെ എറിഞ്ഞു. നായയ്ക്ക് കൊണ്ടു, എറി കൊണ്ടെന്നിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത 5 ഗ്രാമുള്ള സ്റ്റോൺ എടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു 7 മീറ്റർ പെർ സെക്കൻഡിൽ എറിയുകയാണ്. ആ സെയിം നായയെ തന്നെ 7 മീറ്റർ പെർ സെക്കൻഡിൽ ഞാൻ എറിയുകയാണ്. അതും ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. അപ്പോൾ ഈ 2 കേസിലും എവിടെയുള്ള ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എവിടെയുള്ള ആക്കമായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും അത് നായയ്ക്ക് കൂടുതലായിട്ട് വേദനിച്ചിട്ടുണ്ടാവുക, എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? എപ്പോഴായിരിക്കും? ശ്രദ്ധിക്കണം, 2 സ്റ്റോണിൻ്റെയും വെയിറ്റ് സെയിം ആണ് അല്ലേ? വെയിറ്റ് സെയിം ആണ്, വെലോസിറ്റി മാത്രമേ ചേഞ്ച് ആയുള്ളൂ. അതായത് മാസ് ഫിക്സഡ് ആയിക്കൊണ്ട് വെലോസിറ്റി കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായ ആക്കം അഥവാ മൊമെൻറ്റവും കൂടി. അപ്പോൾ മനസ്സിലാക്കുക, മാസ് കൂടിയാലും മൊമെൻറ്റം കൂടും, വെലോസിറ്റി കൂടിയാലും മൊമെൻറ്റം കൂടും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നോക്കിയാടാ, ഞാൻ പറഞ്ഞു മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ യൂണിറ്റ്? മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് മൊമെൻറ്റം അഥവാ പി. അപ്പോൾ ആദ്യം നമ്മൾ മാസിൻ്റെ യൂണിറ്റ് നോക്കണം. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം അല്ലേ? കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. സോ മൊമെൻറ്റം എന്തായിരിക്കും എടാ? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കുമോ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കുമോ? എന്തായിരിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കാരണം മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. വെലോസിറ്റി വെക്റ്റർ ആണ്. അതേ ഡയറക്ഷൻ ആയിരിക്കും മൊമെൻറ്റത്തിനുള്ളത്. അപ്പോൾ നമുക്ക് പറയാം മൊമെൻറ്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, അടുത്തത് പറയാൻ പോകുന്നതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിച്ച ഉടൻ തന്നെ സെക്കൻഡ് ലോ പഠിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇടയ്ക്ക് വേറൊരാളിനെ കയറ്റി പറഞ്ഞ എന്തിനാണ്? മൊമെൻറ്റം എന്ന് പറയുന്ന ഒരാളിനെ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? നോക്കിക്കേ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിക്കണമെങ്കിൽ ആ പറഞ്ഞ ആൾ എന്താണെന്ന് അറിയണം. ആ ആളിനെ പറ്റി അറിയാമെങ്കിൽ മാത്രമേ സെക്കൻഡ് ലോ ഓഫ് മോഷൻ മനസ്സിലാവൂ കേട്ടോ. നോക്കാം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. കണ്ടോ? അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കൂടാ? അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, അതിൻ്റെ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാകും. എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ അതിൻ്റെ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ആര് പറയുന്നത്? ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ലേ? എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഞാൻ ഇങ്ങനെ എഴുതിയ കാര്യം മനസ്സിലായോടാ? റേറ്റ് ഓഫ്, നമ്മൾ ഏത് കാര്യത്തിനെയും റേറ്റ് ഓഫ് പറയണമെങ്കിൽ എന്താണെന്നറിയാമോ? നമ്മൾ ഡിവൈഡഡ് ബൈ ടൈമിലാണ് പറയുന്നത് അല്ലേ? ഇപ്പം റേറ്റ് ഓഫ് മൊമെൻറ്റം എന്നായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ P/T. വേറൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ എപ്പോഴും മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ ഇട്ടാണ്. കണ്ടോ? ഡെൽറ്റ, സ്മോൾ ചേഞ്ച് അല്ലേ? സ്മോൾ ചേഞ്ച് ആണ് ഡെൽറ്റ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ആവുമ്പോൾ ഡെൽറ്റ P/Δt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതാണ് ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി 2ാം ചലന നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു എന്ത്? ഇറ്റ് ഹെൽപ് ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് F=ma. കണ്ടോ? F=ma ഫോഴ്സിൻ്റെ ആ ഒരു ഇക്വേഷൻ ആണ്. F=ma എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് 2ാം ചലന നിയമത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്ന കാര്യം ഫോഴ്സ് 1ാം ചലന നിയമത്തിലല്ലേ പറഞ്ഞതെന്നല്ലേ മിസ് പറഞ്ഞതെന്ന് വിചാരിക്കും അല്ലേ?
ആണ്. ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു അല്ലേ, ഫോഴ്സിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റി. അത് ഒന്നാം ചലന നിയമത്തിന്. ഫോഴ്സ് എന്താണെന്നുള്ള കാര്യത്തിന് ഒരു ഡെഫിനിഷൻ കൊടുത്തത് ഒന്നാം ചലന നിയമം. എന്നാൽ F = ma എന്ന് പറയുന്ന ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കൊടുത്തത് F = ma എന്ന് പറഞ്ഞ വളരെ 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 അല്ലെ ഫിസിക്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ആ എക്സ്പ്രഷൻ എവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ്. F = ma. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി വേറൊരു പോയിന്റ് കൂടി നമ്മളിവിടെ പഠിക്കണം. എന്താണ്? നോക്കിയടാ, മൊമെന്റം എന്ന് പറയുന്ന ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞില്ലേ. ആ മൊമെന്റത്തിന് ഞാൻ എപ്പോഴാടാ പറഞ്ഞേ? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലല്ലേ പറഞ്ഞേ? ഒന്നാം ചലന നിയമത്തിൽ ഞാൻ പറഞ്ഞോ? ഇല്ല. അപ്പം മൊമെന്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് മോഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യോ? ഇനേർഷ്യ ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഫോഴ്സിന്റെ ഡെഫിനിഷൻ ഈസ് റിലേറ്റഡ് ടു ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. F = ma എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഈസ് റിലേറ്റഡ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, മൊമെന്റം ഈസ് റിലേറ്റഡ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയാൽ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അടുത്ത കാര്യമാണ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇമ്പൾസ് കേട്ടിട്ടുണ്ടോ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് that act on a very short interval of time and produce very large change in momentum. ഇതൊന്നും നോക്കണ്ട, ഒരു കാര്യം സിംപ്ലി മനസ്സിലാക്കി വെക്കുക. ഒരു ലാർജ് ഫോഴ്സ് ഒരു സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ഇമ്പൾസ് വന്നു അല്ലെങ്കിൽ ഇമ്പൾസ് ആണത് അല്ലേ. അപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇമ്പൾസ് ഐ ആണേ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ്. കണ്ടേ, ഒരു ലാർജ് ഫോഴ്സ് ഒരു സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം. സ്മോൾ ഇന്റർവൽ അല്ലേ? സ്മോൾ ഇന്റർവെലിന് നമ്മൾ എന്തോ പറയുന്ന? വളരെ ചെറുതിന് എന്തോടാ പറയുന്നത്? ഡെൽറ്റ ടി എന്നൊക്കെ പറയാം അല്ലേ? ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിലാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് പറയാം അവിടെ ഇമ്പൾസ് ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. എഫ് ഇൻറ്റു ടൈം, ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലേ? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ്. അപ്പൊ നോക്കിയടാ, എന്തായിരിക്കും ഇമ്പൾസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ഇമ്പൾസിന്റെ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലേ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ. ഇനി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഒന്നും പറയരുത്. ഇനി ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ശരി തന്നെ, അതൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇനി പറയാൻ പറ്റത്തില്ല. ഇനി ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. നമ്മൾ ന്യൂട്ടൺ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ. ഇനി ഇൻറ്റു എന്താ? ഡെൽറ്റ ടി അല്ലേ? അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ് ആണ് എന്ത്? ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഓക്കെ അല്ലേ? ആ ടേം മറന്നു പോവോ? അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെ ടേമുകളാണ് പഠിച്ചേ? നമ്മൾ ആദ്യം ഇനേർഷ്യ എന്താണെന്ന് പഠിച്ചു, ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നീട് മൊമെന്റം പഠിച്ചു. മൊമെന്റം എന്താണ്? മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ് മൊമെന്റം. അടുത്തത് ഇപ്പൊ പഠിച്ച എന്താണ്? ഇമ്പൾസ് എന്താണ്? ഒരു വളരെ വലിയൊരു ലാർജ് ഫോഴ്സ് വെരി സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം എന്ത്? അതെന്താണ്? ഇമ്പൾസ് സംഭവിച്ചു എന്ന് പറയാം. ഇമ്പൾസ് ആണെന്ന് പറയാം അല്ലേ? ഇനി നോക്കിയടാ, നമ്മുടെ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്തുവാ പറഞ്ഞത്? അതിലേക്ക് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്തുവാ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി അല്ലേ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഞാൻ എഴുതി എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതി. അതെ, അവിടെ എഴുതിയിട്ടുണ്ട് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇനി നോക്കിയടാ, ഞാൻ വിചാരിച്ചു ഈ ഡെൽറ്റ ടീനെ ഇപ്പുറത്ത് കൊണ്ടുവരാം അല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം തൽക്കാലം നോക്കണ്ട, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എഴുതുന്ന മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെ എനിക്ക്? എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി എന്ന് ഞാൻ എഴുതി. എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞപ്പോൾ ഡെൽറ്റ പി എന്ന് എഴുതി അല്ലേ? അതായത് നോക്കിയേ, എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേടാ. എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആരാ? ലാർജ് ഫോഴ്സ് ഓൺ എ വെരി സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം. ആരാണ്? ഇമ്പൾസ് ആണ് അല്ലേ? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി. ഡെൽറ്റ എന്താ? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് അല്ലേ?
ഡെൽറ്റ പി ആവുമ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വിട്ടുകളയല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ നമ്മൾ രണ്ടാം ചലന നിയമം പഠിച്ചപ്പോൾ ഇമ്പൾസും ചേഞ്ച് ഇൻ മൊമെന്റത്തിനെ കുറിച്ചൊക്കെ പഠിച്ചത് വെറുതെ ആയില്ലെന്ന് മനസ്സിലായില്ലേ? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് എന്ത്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് കിട്ടിയത്. ഇനി ചേഞ്ച് ഇൻ മൊമെന്റം എന്തുവാടാ? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ചേഞ്ച് ഉണ്ടായി, ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റ് അല്ലേ? അപ്പോൾ ഇമ്പൾസ് ഐ ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം എന്താണ്? ഫൈനൽ പി ഫൈനൽ എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം. ഫൈനൽ മൊമെന്റം മൈനസ് പി ഇനിഷ്യൽ മൊമെന്റം. അതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. കണ്ടോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? ഇനി അടുത്തൊരു കാര്യം നോക്കിയടാ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോടാ, നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് അല്ലേ, ഇങ്ങനെ ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്ത് ബോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെന്താണ്, ബൗളർ വന്നിട്ട് ക്യാച്ച് ചെയ്യും. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ക്യാച്ച് പിടിക്കുമ്പോൾ നേരെ ചെന്ന് ഇങ്ങനെ അങ്ങ് പിടിക്കുകയാണോ ചെയ്യുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ദൂരെ നിന്ന് വരുന്ന ബോൾ, നല്ല ദൂരമുണ്ട്, അത്രയും ദൂരത്ത് നിന്ന് വരുന്ന ആ ബോൾ ഇവരിങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് പിടിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് പിടിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്താണ് അതിൻ്റെ കാരണവും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ആ ബൗളർ ഇങ്ങനെ ബാക്കിലേക്ക് പോയി ഇങ്ങനെ പിടിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇനി ഒന്ന് ചിന്തിക്കണം. നമുക്ക് ഫിസിക്സ് പരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാര്യം എന്നറിയാമോ? അത് ഈ പറഞ്ഞ നമ്മുടെ ഇമ്പൾസും ചേഞ്ച് ഇൻ മൊമെന്റും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് കേട്ടോ. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ പ്രപഞ്ചം മൊത്തവും ഫിസിക്സ് ആണ് കേട്ടോ, എല്ലാം ഫിസിക്സിൻ്റെ കളിയാണ്. ഇപ്പം നോർമലി നിങ്ങളൊന്ന് ചിന്തിക്കും, ഇപ്പം ആദ്യം ഇവർ ഇങ്ങനെ എന്താണ്, ബാറ്റ്മാൻ ബാറ്റ് ചെയ്ത് വിട്ട ആ ബോൾ നേരെ ഒന്ന് ഇങ്ങനെ അങ്ങ് പിടിക്കുവാണെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മുടെ ബോളിന് വെയിറ്റ് ഉണ്ട്. ഇത്രയും ദൂരത്തുനിന്ന് വരുമ്പോൾ അല്ലെ, നല്ല ദൂരത്തുനിന്ന് വരുമ്പോൾ വെയിറ്റുള്ള നല്ല മാസമുള്ള ആ ഒരു ബോൾ വന്ന് നമ്മുടെ കയ്യിലേക്ക് വീഴുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നല്ല പെയിൻ ഉണ്ടാവും അല്ലേ, നല്ല പെയിൻ ഉണ്ടാവും, അതൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബാക്കിലേക്ക് പോയി ഇങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ എന്തുവാണ് സംഭവിക്കുന്നത്? ബാക്കിലേക്ക് പോയി പിടിക്കുമ്പോൾ എന്താണ്, ബാക്കിലോട്ട് പോകുമ്പോൾ ശരിക്കും ആ ഒരു ടൈം ഇല്ലേടാ, ടൈം ഡ്യൂറേഷൻ ഇല്ലേ, അതിങ്ങനെ വരുന്ന ടൈം ഡ്യൂറേഷൻ, ആ ടൈം ഡ്യൂറേഷൻ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ടൈം ഡ്യൂറേഷൻ കുറയ്ക്കുമ്പോൾ എന്താണ്, അതുണ്ടാക്കുന്ന ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. ടൈം ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മനസ്സിലാവത്തില്ല, എനിക്കറിയാം. നോക്കാം, നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലായി. ഇമ്പൾസ് എന്ന് പറഞ്ഞത്, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? എഫ് ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? എഫ് ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? ആണ്. ഇനി ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ട്. അപ്പം നമ്മളെ ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ വരുക, ക്രിക്കറ്റ് ബോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം എന്താണ്, നേരിട്ട് പിടിച്ചെന്നിരിക്കട്ടെ. നേരിട്ട് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റി ഹൈ സ്പീഡിലാണ് വരുന്നത്. സോ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. സോ വന്നിടിക്കുമ്പോൾ നല്ല ആക്കമായിരിക്കും, ആക്കം കൂടുതലായിരിക്കും. ഫസ്റ്റ് കേസ് അതാണ്. ഇനി ബാക്കിലേക്ക് പോയി പിടിക്കുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും നല്ല സ്പീഡിന് വരുന്നതാണ്, നല്ല ആക്കമുണ്ടായിരിക്കും അല്ലേ, നല്ല ഫോഴ്സോട് കൂടിയാണ് വരുന്നത്. ഇനി ഞാൻ ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ടൈം ഞാൻ അവിടെ കൂട്ടുകയാണ്, ടൈം ഡ്യൂറേഷൻ കൂട്ടുകയാണ്. അപ്പോൾ ടൈം ഡ്യൂറേഷൻ കൂടുമ്പോൾ അവിടുത്തെ ഫോഴ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കുറയും, ഫോഴ്സ് കുറയും, ബലം കുറയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവത്തില്ല, അത്ര വേദന ഉണ്ടാവത്തില്ല അത് പിടിക്കുമ്പോൾ. അതാണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണുമായിരിക്കും. എന്താണ്, നമ്മുടെ ഒരു കാർപ്പൻ്റർ എന്താണ്, ഈ തടിയിലൊക്കെ ഇങ്ങനെ ആണി അടിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ പോട്ടെ, നമ്മൾ ഭിത്തിയിലൊക്കെ എന്തെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണി അടിക്കുമല്ലോ. ആണി അടിക്കുമ്പോൾ നമ്മൾ ആ നെയിൽ ഇങ്ങനെ വെച്ചിട്ട് എന്താണ്, ചുറ്റിക വെച്ച് നമ്മളിങ്ങനെ അടിക്കുക. നമ്മൾ കൊടുക്കുന്ന ഒരു വളരെ വലിയൊരു ഫോഴ്സ്, വളരെ ചെറിയൊരു ഇൻ്റർവെൽ ഓഫ് ടൈമിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? പെട്ടെന്നല്ലേ ആണി അടിക്കുന്നത്? ഒരു വലിയ ഫോഴ്സ് ഒരു ചെറിയ ഇൻ്റർവെൽ ഓഫ് ടൈമിലാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ വലിയ ഫോഴ്സ് ചെറിയ ഇൻ്റർവെൽ ഓഫ് ടൈം ആകുമ്പോൾ എന്താണ്, അവിടെ ഒരു വലിയ ഇമ്പൾസ് ഉണ്ടാവും അല്ലേ, വലിയൊരു ഇമ്പൾസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഇമ്പൾസ് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെന്റവും വളരെ വലുതായിരിക്കും. അപ്പോൾ ഇമ്പൾസ് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെന്റവും വളരെ വലുതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആണി നല്ല ഡീപ്പായിട്ട് ആ ഭിത്തിക്ക് അകത്തേക്ക് തുറന്നു കയറും, അല്ലെങ്കിൽ ആ ഒരു തടിക്ക് അകത്തേക്ക് തുറന്നു കയറും. മനസ്സിലായോ?
വളരെ വലിയൊരു ഫോഴ്സ് ചെറിയ ഇന്റർവൽ ഓഫ് ടൈമിൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇമ്പൾസ് ഉണ്ടാവും. ആ ഇമ്പൾസ് കൂടുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാവും. ചേഞ്ച് ഇൻ മൊമെന്റമാണ് ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നത്? ആ നൈലിനെ ഡീപ്പായിട്ട് പുഷ് ചെയ്ത് അകത്തേക്ക് കയറ്റുന്നത്. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് എന്ത്? എന്താണ്? മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം, ഇമ്പൾസ്, പിന്നെ എന്താണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിന്റെ ഡെഫിനിഷൻ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എവിടെ പോവാം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്നാം ചലന നിയമം, ന്യൂട്ടൺസ് തേർഡ് എന്താണ്? ലോ ഓഫ് മോഷൻ. എന്താണ്? നിങ്ങൾ കൂടെ പറഞ്ഞോളൂ. എന്താണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം? ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അല്ലെ? പ്രപഞ്ചത്തിൽ ഏതൊരു പ്രവൃത്തി ആയിക്കോട്ടെ അതിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അല്ലെങ്കിൽ തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പം നോക്കിയടാ, നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് 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 ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് അല്ലേ? ഏതൊക്കെയാണ്? സിംപിളി പറയുകയാണ്, നമ്മൾ ഈ റോക്കറ്റിന്റെ കേസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, റോക്കറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ റോഡിലൂടെ നടന്നു പോവുകയാണ്, നമുക്ക് നടക്കാൻ സഹായിക്കുന്നു, നമ്മളിങ്ങനെ നടന്നു പോകുന്നു. നടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ വീഴുന്നില്ല? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എന്തുകൊണ്ട് നടന്നു പോകുമ്പോൾ വീഴുന്നില്ല? അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ വീഴാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഫൂട്ട് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഈ ഗ്രൗണ്ടിലേക്ക് കൊടുക്കും അല്ലേ? ഗ്രൗണ്ടിലേക്ക് കൊടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടാണ് പോകാൻ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ ഈ ഗ്രൗണ്ട് തിരിച്ച് ഇതിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടൊരു ഫോഴ്സ് നമുക്ക് തിരിച്ച് നമ്മുടെ ഫൂട്ടിലേക്ക് തരും. മനസ്സിലായോ? അതിന് തുല്യവും വിപരീതവുമായൊരു ഫോഴ്സ് തിരിച്ചു തരും. ഓക്കെ, അതുകൊണ്ടാണ് അത് ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് നടന്നു പോകാൻ സാധിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. അതുപോലെ എല്ലാം പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യം എടുത്ത് നോക്കിയാലും നമുക്ക് എന്ത് പറയാൻ പറ്റും? ന്യൂട്ടന്റെ തേർഡ് ലോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതാണ് നമ്മളിവിടെ ഈ റോക്കറ്റിന്റെ കേസിൽ പറയുന്നത്. അപ്പോൾ റോക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? റോക്കറ്റിൽ നമുക്കറിയാം നല്ല ഹോട്ടായിട്ടുള്ള ഹൈ പ്രഷർ ആയിട്ടുള്ള ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോക്കറ്റ് കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണതേ. അപ്പോൾ അതിങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോക്കറ്റ് കത്തുമ്പോൾ അല്ലേ, റോക്കറ്റിൽ നമ്മളിങ്ങനെ കത്തുന്ന സമയത്ത് ഈ ഗ്യാസ് എന്ത് ചെയ്യും? ഗ്യാസ് ഹൈ പ്രഷർ എന്താണ് ഹീറ്റുള്ള ഈ ഗ്യാസ് താഴേക്ക് വരും. താഴേക്ക് ഈ ഗ്യാസ് വരുന്ന ആ ഒരു പ്രോസസ്സാണ് അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്, അവിടുത്തെ ആക്ഷൻ. അപ്പോൾ ഈ ഗ്യാസ് എന്ത് ചെയ്യും? ഹൈ പ്രഷറാണ്, നല്ല ഹോട്ടാണ്. ഈ ഗ്യാസ് ഈ റോക്കറ്റിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. താഴേക്ക് വന്ന ഗ്യാസ് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതേ ഫോഴ്സോട് കൂടി പുഷ് ചെയ്യും. അതാണ് അവിടുത്തെ റിയാക്ഷൻ, ഫോഴ്സ് ഓൺ റോക്കറ്റ്. ഈ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു അപ്ത്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ റോക്കറ്റിനെ മുകളിലേക്ക് പോകാൻ വേണ്ടി സഹായിക്കുന്നത്. മനസ്സിലായോ? അതാണ് എന്ന് പറയുന്നത് അവിടുത്തെ റിയാക്ഷൻ. അപ്പോൾ ഇത് ഗ്യാസ് താഴേക്ക് വരുന്നതാണ് അവിടുത്തെ ആക്ഷൻ, അതുമൂലം ഇത് മുകളിലേക്ക് പോകുന്നതാണ് അവിടുത്തെ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ ഒരുമിച്ച് നടന്നില്ലേ? സോ ഇതെന്താണ്? നമ്മുടെ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന്റെ ഉദാഹരണമാണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളും. ഇനി നമുക്ക് എന്ത് നോക്കാം? ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന്റെ മറ്റൊരു പേര്. ഓപ്ഷനിലേക്ക് വരൂ. ലോ ഓഫ് മൊമെന്റം. ലോ ഓഫ് മൊമെന്റം ആണോ? ആക്ക സംരക്ഷണ നിയമമാണോ? ആണോ? മൊമെന്റം എന്ന് പറയുന്ന ഒരു കാര്യമേ ഞാൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റത്തെ ലോയിൽ മൊമെന്റത്തിനെ കുറിച്ചേ പറഞ്ഞിട്ടില്ല. അല്ല, ലോ ഓഫ് മൂവ്മെന്റ് ആണോടാ? അങ്ങനൊരു നിയമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചോ? ഇല്ല. ലോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചോ? ഇല്ല. ഇനി ഓപ്ഷൻ സിയിലേക്ക് നോക്കൂ. ലോ ഓഫ് ഇനേർഷ്യ, ജഡത്വ നിയമം. അത് പഠിച്ചു. ലോ ഓഫ് ഇനേർഷ്യ ആണല്ലേ. സോ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ ലോ ഓഫ് ഇനേർഷ്യ ആണ്. നമ്മൾ പഠിച്ചതല്ലേ? അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമവുമായി ബന്ധപ്പെട്ട് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ദ ഫോഴ്സ് അപ്ലൈ ടു ദ സെയിം ബോഡി. ഫോഴ്സിനെ സെയിം ബോഡിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? അല്ല. അടുത്ത് നോക്കിക്കേ.
സംശയം ഉണ്ടെങ്കിൽ അതങ്ങനെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി ഓപ്ഷനിലേക്ക് പോവാം. ദ ഫോഴ്സ് ഈസ് അപ്ലൈ ടു ദ സെയിം ബോഡി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സെയിം ബോഡി തന്നെയാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുമെന്നേ ഉള്ളൂ പറഞ്ഞേക്കുന്നത്. ആണോ? സെയിം ബോഡി തന്നെ ഫോഴ്സ് വരുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? അല്ല. കൺഫ്യൂഷൻ വരണ്ട, അല്ല. ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ഓപ്ഷൻ ഡി നോക്കിക്കേ. ഫോഴ്സ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഡിസ്റ്റൻസ്. ആണോടാ? അല്ല. ഫോഴ്സും ഡിസ്റ്റൻസുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, അതുമല്ല. ഓപ്ഷൻ സിയിലേക്ക് നോക്കിയടാ. ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ ഡിഫറെന്റ് ബോഡി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ ഡിഫറെന്റ് ബോഡി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചത് എന്താ? ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു. അവിടെ ആക്ഷനും റിയാക്ഷനും നടക്കുന്നത് എപ്പോഴും രണ്ട് ഡിഫറെന്റ് ബോഡിയിലാണ്. എന്താണ്? ആക്ഷനും റിയാക്ഷനും നടക്കുന്നത് ഡിഫറെന്റ് ബോഡികളിലാണ്, സെയിം ബോഡിയിലല്ല. നമ്മൾ റോക്കറ്റിന്റെ കാര്യം പറഞ്ഞില്ലേടാ? റോക്കറ്റിന്റെ ഗ്യാസ് താഴേക്ക് വന്നു അല്ലെ? താഴേക്ക് വന്നു. ആ ഗ്യാസ് എന്ത് ചെയ്യുകയാണ്? തിരിച്ച് റോക്കറ്റിന്റെ മുകളിലേക്ക് പുഷ് ചെയ്യുകയാണ് അല്ലേ? അതായത് അവിടെ ആക്ഷൻ നടന്നതും റിയാക്ഷൻ നടന്നതും എന്താണ്? രണ്ടും ഡിഫറെന്റ് ബോഡിയിലാണ് അല്ലേ? അപ്പോൾ അത് ആലോചിക്കുക. എന്താണ്? ദ ഫോഴ്സ് എന്താണ്? ഈസ് അപ്ലൈഡ് ഓൺ ദ ഡിഫറെന്റ് ബോഡി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതല്ലെങ്കിൽ പറയുന്നത് എന്താണ്? ചിലപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കുന്നത് എന്താണ്? ആക്ഷൻ റിയാക്ഷൻ പെയർ ഒക്കർ ഓൺ സെയിം ബോഡി എന്ന് പറയും. ആണോ? അല്ല. ആക്ഷൻ റിയാക്ഷൻ പെയർ എല്ലായ്പ്പോഴും എന്താണ്? ഒക്കർ ഓൺ ഡിഫറെന്റ് ബോഡി, ടു ഡിഫറെന്റ് ബോഡി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഈസ് റിലേറ്റഡ് ടു. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. പ്രഷറിന്റെ എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞോ? ഇല്ല, പ്രഷർ അല്ല. ഇനേർഷ്യ ആണോടാ? ഇനേർഷ്യ ആണോ? സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്? അല്ല. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് ഇനേർഷ്യ, അപ്പൊ അതുമല്ല. മൂന്നാമത് ത്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. നാലാമത് മൊമെന്റം ആണോ? ആണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്തുവാ പറഞ്ഞേ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ മൊമെന്റം ഈസ് റിലേറ്റഡ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് ആൻസർ വരുന്നത് അല്ലേ? നമ്മൾ പഠിച്ച കാര്യമല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഇല്ലുസ്ട്രേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തെ സാധൂകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? നോക്കിക്കേ. വെൻ വി സ്റ്റോപ്പ് പെഡലിംഗ് ദ സൈക്കിൾ സ്റ്റാർട്സ് ടു സ്ലോ ഡൗൺ. നമ്മൾ പതുക്കെ ചവിട്ടാൻ തുടങ്ങുമ്പോൾ സൈക്കിൾ പതുക്കെ പോകുന്നു. ആണോ? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന്? ഇല്ല. അടുത്തത്, വൈൽ ക്യാച്ചിങ് എ ഫാസ്റ്റ് അപ്രോച്ചിങ് ക്രിക്കറ്റ് ബോൾ ദ ഫീൽഡർ സ്ലോലി മൂവ് ഹിസ് ഹാൻഡ് ബാക്ക്വേർഡ് വിത്ത് ദ മൂവിംഗ് ബോൾ. ആണോ? ഒന്നാം ചലന നിയമമാണോ അത്? അല്ല. നമ്മളത് ഇമ്പൾസിന്റെയും ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെയും കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് രണ്ടാം ചലന നിയമത്തിൽ അല്ലേ? അതുമല്ല. 3, when a bus starts abruptly the passengers are jerked backwards. Yes അല്ലേ? എന്താണ്? ബസ് വളരെ പെട്ടെന്ന് മുമ്പിലേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാസഞ്ചേഴ്സ് എല്ലാം ബാക്കിലേക്ക് പോകുന്നു. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഒന്നാം ചലന നിയമം. സോ നമ്മുടെ ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ ഡി കൂടി ഒന്ന് നോക്കാം. റോക്കറ്റ് ലോഞ്ചിങ് ആണോ? അല്ല. അത് മൂന്നാം ചലന നിയമമാണ്. കണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കണ്ടോടാ. നിങ്ങൾ ഈ ഓപ്ഷൻസ് എല്ലാം നോക്കിക്കേ. ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ അല്ലേ? ഓരോ ഓപ്ഷൻസും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞല്ലേ? ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ബസ് എന്താണ്? when a bus starts abruptly the passengers are jerked backwards. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് we move the tree branch fast then some of the leaves gets detached from the tree due to. അല്ലേ? ഒരു മരക്കൊമ്പ് വേഗത്തിൽ കുലുക്കുമ്പോൾ ഇലകൾ എന്താണ്? മരത്തിൽ നിന്ന് പെട്ടെന്ന് അടർന്ന് താഴേക്ക് വീഴുന്നത് എന്ത് കാരണത്താലാണ്? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ്? നിശ്ചല ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അല്ലേ? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അവർക്ക് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുവാനുള്ളൊരു ടെൻഡൻസി അവർ കാണിക്കുന്നുണ്ട്. ആ ഇലകൾ പെട്ടെന്ന് കുലിക്കിയാലും അവർ ആ ഒരു ടെൻഡൻസിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ആക്സലറേഷൻ ആണോ? അല്ല. വെലോസിറ്റി ആണോ? അല്ല. ഇമ്പൾസ് ആണോ? അല്ല. പിന്നെയോ? ഇനേർഷ്യ ആണ് കേട്ടോ. ഓപ്ഷൻ സി ഇനേർഷ്യ ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 2 ഫോഴ്സസ് 10 Newton and 5 Newton are applied in the same direction on an object, what will be the total force acting on the object? കണ്ടോ? ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ 5 ന്യൂട്ടൺ അങ്ങനെ രണ്ട് ബലങ്ങൾ
ഒരേ ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം. നോക്കിയടാ, ഇതാണ് നമ്മുടെ വസ്തു ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വസ്തുവിൽ ഞാൻ എന്താണ് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സും അതുപോലെ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സും ഒരേ ഡയറക്ഷനിൽ കൊടുത്തു. കണ്ടോ, ഒരേ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഒരേ ഡയറക്ഷനിൽ ആരോ കാണിച്ചിരിക്കുന്നത്. 10 ന്യൂട്ടൺ ഫോഴ്സും 5 ന്യൂട്ടൺ ഫോഴ്സും ഞാൻ ആ വസ്തുവിൽ ഒരേ ഡയറക്ഷനിൽ കൊടുത്താൽ അവിടെ അനുഭവപ്പെടുന്ന ആകെ ബലം അല്ലെങ്കിൽ ആകെ ഫോഴ്സ് എന്തായിരിക്കും? എന്താണ്? രണ്ട് ഫോഴ്സ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോളൂ. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇടാ? എന്തായിരിക്കും? 10 ന്യൂട്ടൺ പ്ലസ് 5 ന്യൂട്ടൺ. കണ്ടോ, 10 ന്യൂട്ടൺ പ്ലസ് 5 ന്യൂട്ടൺ അഥവാ 15 ന്യൂട്ടൺ ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. കണ്ടോ? ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ തിരിച്ചായിരുന്നെങ്കിലോ? ഇഫ് 2 ഫോഴ്സസ് 10 ന്യൂട്ടൺ ആൻഡ് 5 ന്യൂട്ടൺ are applied in the opposite direction of an object, what will be the total force? ഒന്ന് നോക്ക്, ഈ ഒബ്ജക്റ്റിനകത്ത് 10 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടും 5 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടുമാണ് വന്നിരുന്നതെങ്കിൽ, 10 ന്യൂട്ടൺ ഒരു ഡയറക്ഷൻ 5 ന്യൂട്ടൺ ഈ ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? നോക്കിക്കേടാ, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് വേണം? ആഡ് ചെയ്യണം അല്ലേ? ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. ഡിഫറൻറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡിഫറൻറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 10 ന്യൂട്ടനും 5 ന്യൂട്ടനും. അപ്പോൾ 10 ന്യൂട്ടൺ മൈനസ് 5 ന്യൂട്ടൺ എത്രയാണ്? 5 ന്യൂട്ടൺ. കണ്ടോ, 5 ന്യൂട്ടൺ ആയിരിക്കും അവിടുത്തെ ആൻസർ വരുന്നത്. എവിടെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ. സെയിം ആണെങ്കിൽ 15. നമ്മുടെ ക്വസ്റ്റ്യൻ സെയിം ആണ്, തെറ്റിപ്പോവരുത്. സോ ആൻസർ 15 ന്യൂട്ടൺ. കണ്ടോ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, if an object is grabbed by both the ends and the force applied on it is, എന്താണ്? ഒരു വസ്തുവിൻ്റെ രണ്ടറ്റങ്ങളിലും നമ്മൾ പിടിച്ച് ബലം പ്രയോഗിക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? കണ്ടോ, അതിൻ്റെ കറക്റ്റ് മലയാളം പരിഭാഷ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യം. ഒരു വസ്തുവിൻ്റെ രണ്ടറ്റങ്ങളിലും പിടിച്ച് ബലം പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുവാടാ? ഇമ്പൾസ് ആണോ? ഇമ്പൾസ് ആവുന്നു അല്ല, ഒരു വളരെ വലിയൊരു ഫോഴ്സ് സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ അല്ല, എന്തായാലും ഇമ്പൾസ് അല്ല. അടുത്തത് മൊമെൻ്റം ആണോ? മൊമെൻ്റം ആണോ? അല്ല. മൊമെൻ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് മൂവ് ചെയ്ത് പോകുമ്പോൾ അതിന് മാസും വെലോസിറ്റി ഉണ്ട്. സോ അതിൻ്റെ പ്രോഡക്റ്റ് ആണ് മൊമെൻ്റം. അല്ലാതെ ഗ്രാബ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പ്രോപ്പർട്ടി അല്ല. സോ ഓപ്ഷൻ സിയും അല്ല. ഓപ്ഷൻ ബിയിലേക്ക് വന്നേ ഫ്രിക്ഷൻ ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ഒബ്ജക്റ്റിലൂടെ മൂവ് ചെയ്ത് പോകുമ്പോൾ ആ രണ്ട് ഒബ്ജക്റ്റിൻ്റെ പ്രതലത്തിനിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അതിന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഓപ്ഷനിൽ കണ്ടതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഫ്രിക്ഷൻ അല്ല. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഫ്രിക്ഷൻ ആണോടാ? ഒന്നുകൂടി പറയുവാണേ ഫ്രിക്ഷൻ്റെ കാര്യം. ഫ്രിക്ഷൻ ആണോടാ? അല്ല, ഫ്രിക്ഷൻ അല്ല. എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിലൂടെ റെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ല മൂവ് ചെയ്ത് പോകുമ്പോഴോ അതുമല്ല റോള് ചെയ്ത് പോകുമ്പോഴോ ആ രണ്ട് ഒബ്ജക്റ്റുകളുടെ പ്രതലത്തിനിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണ ബലം. ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഞാനിപ്പോൾ ഓപ്ഷനിൽ കണ്ടതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രിക്ഷൻ ആണോ ഇവിടുത്തെ ആൻസർ? അല്ല, ഫ്രിക്ഷനും അല്ല. പിന്നെ എന്താണ്? സ്ട്രെച്ചാണ്. സ്ട്രെച്ച് അല്ലേ? എന്താ സ്ട്രെച്ച്? ഒരു വസ്തുവിൻ്റെ രണ്ടറ്റങ്ങളിലും പിടിച്ച് നമ്മൾ ബലം കൊടുക്കുമല്ലേടാ, സ്ട്രെച്ച് ചെയ്യുമല്ലേ. റബ്ബർ ബാൻഡൊക്കെ ആലോചിച്ച് നോക്കുക അല്ലേ, സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഫോഴ്സാണ്. സോ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, സ്ട്രെച്ച് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, അടുത്തൊരു പ്രോബ്ലം ആണേ. എ ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് 100 gram മൂവിംഗ് വിത്ത് വെലോസിറ്റി 30 meter/second ഈസ് സ്റ്റോപ്ഡ് ബൈ എ പ്ലെയർ ഇൻ 0.05 seconds. The average force exerted by the player is, ശ്രദ്ധിച്ച് ചെയ്യണം. നോക്കിക്കേടാ, 100 gram മാസുള്ള ഒരു ക്രിക്കറ്റ് പന്ത് 30 meter/second വേഗതയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണേ. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു പ്ലെയർ എന്ത് ചെയ്തു? ഒരു 0.05 സെക്കൻഡ് കൊണ്ട് അതിനെ പിടിച്ചു. മൂവ് ചെയ്ത് വരുന്ന ബോളിനെ 0.05 സെക്കൻഡ് കൊണ്ട് അങ്ങ് പിടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കളിക്കാരൻ പ്രയോഗിച്ച ഫോഴ്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? നമുക്കത് രണ്ട് രീതിയിൽ ചെയ്യാടാ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇപ്പോൾ ഈ പഠിച്ചൊരു കാര്യം വെച്ചിട്ട് ലോജിക്ക് വെച്ച് പറയാം അല്ലേ. ഒരു ലാർജ് ഫോഴ്സ് നമുക്കൊരു സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അല്ലേ
ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ എഫ് ഇൻറ്റു ഡെൽറ്റ ടി നമ്മൾ പറഞ്ഞു ഇമ്പൾസ് ആണ്, ഇമ്പൾസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. അപ്പോൾ നമ്മൾ ക്രിക്കറ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഉപയോഗിക്കേണ്ട ഫോമുല എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിച്ച കാര്യം ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഇനി ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി ആണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. നമ്മുടെ മാസ്, ബോളിൻ്റെ മാസ് എത്രയാടാ? മാസ് 100 ഗ്രാം അല്ലേടാ? 100 ഗ്രാം. ഇനി വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി അല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യം 30 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ബോളിനെയാണ് ഇവിടെ പിടിച്ച് നിർത്തിയത് ക്രിക്കറ്റർ അല്ലേ? പിടിച്ച് നിർത്തി. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നടാ? ഇനീഷ്യൽ വെലോസിറ്റി യു അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് അവിടെ 30 മീറ്റർ പെർ സെക്കൻഡ്. പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? പിടിച്ച് നിർത്തിയാൽ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ വിയുടെ വാല്യൂ അവിടെ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? ആണല്ലോ. ഓക്കെ, ഇനി അവിടുത്തെ ടൈം എന്താ പറഞ്ഞേക്കുന്നേ? 0.05 സെക്കൻഡ് ആണ്. ടൈം എന്ന് പറഞ്ഞാൽ 0.05 സെക്കൻഡ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ എന്താണ്? അവിടെ പ്ലെയർ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്നാണ് അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേടാ. എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ പി. അപ്പോൾ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അറിയാത്ത ഒരാളിന് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇത് പഠിക്കണ്ടേ? മനസ്സിലായോ? നോക്കാം. അപ്പോൾ എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ പി അല്ലേ? ഓക്കെ, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ? ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേടാ. ഈ പറഞ്ഞ 100 ഗ്രാം മാസമുള്ള ഒരു വസ്തു ആദ്യം 30 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വന്നു, പിന്നെ ഒരാൾ അതിനെ പിടിച്ചു നിർത്തി. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മൊമെൻറ്റം വ്യത്യാസപ്പെടും അല്ലേ? ഇനിഷ്യലി ഉണ്ടായിരുന്ന മൊമെൻറ്റം ആയിരിക്കത്തില്ല ഫൈനലി ഉള്ളത്, ആണല്ലോ. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം വ്യത്യാസപ്പെടുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം മൊമെൻറ്റം വ്യത്യാസപ്പെടണമെങ്കിൽ ഒന്നുകിൽ മാസ് വ്യത്യാസപ്പെടണം, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വ്യത്യാസപ്പെടണം. മാസ് കൂടിയാലും മൊമെൻറ്റം കൂടും, വെലോസിറ്റി കൂടിയാലും മൊമെൻറ്റം കൂടുമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ തേങ്ങയുടെയും മാങ്ങയുടെയൊക്കെ കാര്യം പറഞ്ഞു അല്ലേ? ഇനി ഈ പറഞ്ഞ 100 ഗ്രാം മാസുള്ള ബോള് അതിൻ്റെ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടായിരുന്നു, പിന്നെ 0 ആകുമ്പോൾ അതിൻ്റെ മാസിന് എന്തെങ്കിലും സംഭവിക്കുമോടാ? മാസിന് വല്ല വ്യത്യാസം വരുമോ? 100 ഗ്രാം ഉള്ള സാധനം 100 ഗ്രാം തന്നെ ആയിരിക്കുമല്ലോ. അപ്പം മാസിന് വ്യത്യാസമില്ല, പകരം വെലോസിറ്റിക്കാണ് അവിടെ ചേഞ്ച് ഉള്ളത്, ആണല്ലോ. അപ്പോൾ ഈ ഡെൽറ്റ പിനെ ഞാൻ എന്തെഴുതി? എം ഇൻറ്റു എന്താണ്? എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതി കൂടെടാ എനിക്ക്. എം ഇൻറ്റു ഡെൽറ്റ വിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് അവിടെ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ആര് മൂലമാണ്? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് ചേഞ്ച് ഉണ്ടായത് അല്ലേ? ആണ്. അപ്പോൾ എം ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. ഇതാണ് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. വെലോസിറ്റിയുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. എന്താണ്? ഫൈനൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എത്രയാ? ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 0 മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 30. 0 മൈനസ് 30 ആണ് അല്ലേ? അപ്പോൾ എനിക്കിവിടെ എന്തെഴുതാടാ? ഇവിടെ നോക്കിക്കേ, എം ഇൻറ്റു ഡെൽറ്റ വിക്ക് പകരം 0 മൈനസ് 30 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി അപ്പോൾ എനിക്ക് എന്തോ കിട്ടിയ? എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ് ഈ പറഞ്ഞ എം ഇൻറ്റു 0 മൈനസ് 30 എന്ന് കിട്ടിയത്. ഇനി എന്താ? എമ്മിന് പകരം എന്ത് കൊടുക്കാം? 100 ഗ്രാം. ശ്രദ്ധിക്കണേ, എമ്മിന് പകരം 100 ഗ്രാം എഴുതാൻ പറ്റുമോടാ? എനിക്ക് എഴുതാൻ പറ്റുമോ? ഓപ്ഷനിലേക്ക് വന്നേ, ഓപ്ഷനിലേക്ക് നോക്കിക്കേ. ഓപ്ഷനിലെല്ലാം 15 ന്യൂട്ടൺ, 40 ന്യൂട്ടൺ, -60 ന്യൂട്ടൺ, 60 ന്യൂട്ടൺ. അതിലെല്ലാം ന്യൂട്ടൻ്റെ ഫോമുല നോക്കിക്കേടാ. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഞാൻ തുടക്കത്തിലേ ഒരു കാര്യം പറഞ്ഞു, 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 1 ന്യൂട്ടൺ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് നമ്മളിവിടെ ഗ്രാമിലിട്ടാൽ നമുക്ക് തന്നേക്കുന്നേ ക്രിക്കറ്റ് ബോളിൻ്റെ വെയിറ്റ് ഗ്രാമിലാ തന്നേക്കുന്നേ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ നമുക്ക് ന്യൂട്ടനുമായിട്ട് ചെയ്യാൻ പറ്റുമോടാ? അത് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് വേണം? ഈ പറഞ്ഞ
ഈ പറഞ്ഞ ബോളിൻ്റെ മാസിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, എത്ര കിലോഗ്രാം ആയിരിക്കും അറിയാമോ? നോക്കിക്കേടാ, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ് അല്ലേ? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 ഗ്രാം ആണ്. അപ്പോൾ നമുക്കറിയാം 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/1000 കിലോഗ്രാം ആയിരിക്കും. 1/1000 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രാമിലുള്ള ഒരാളിനെ കിലോഗ്രാമിലേക്ക് ആക്കണമെങ്കിൽ എന്ത് വേണോടാ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ ഈ 1000 ഗ്രാം എന്നുള്ളതിന് 1 കിലോഗ്രാം ആയിരുന്നു. അതിൽ നിന്ന് 1 ഗ്രാം കണ്ടുപിടിക്കാനായിട്ട് 1/1000 ചെയ്താൽ മതി. 1/1000 ചെയ്താൽ മതി. അപ്പോൾ 100 ഗ്രാം ചെയ്യണമെങ്കിലോ 1000 കൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരുവാടാ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. കണ്ടോ? 3 സ്ഥാനം മാറ്റി പോയിന്റ് 1 2 3. അപ്പോൾ 0.100 കിലോ എന്ന് കിട്ടും അല്ലേ? അല്ലെങ്കിൽ 0.1 കിലോഗ്രാം എന്ന് കിട്ടും. ഇങ്ങനെ എഴുതാം, 0.1 കിലോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് 100 ഗ്രാം. ഓക്കെ അല്ലേ? അപ്പോൾ 0.1 കിലോഗ്രാം കിട്ടിയില്ലേടാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാസിൻ്റെ വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കാം. 0.1 ഇൻറ്റു 0 - 30. 0 - 30 എന്തുവാ, -30 തന്നെയാണ്. -30 നമുക്ക് എന്ത് കിട്ടി, -30 ഇൻറ്റു 0.1 എന്ന് കിട്ടി അല്ലേ? -30 ഇൻറ്റു 0.1 -3 അല്ലേടാ? എങ്ങനെ വന്നറിയാമോ? -30 ഇൻറ്റു 0.1 30 ഇൻറ്റു 0.1 അല്ലേ? അപ്പം നമ്മൾ ആദ്യം പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കണം. പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 30 ഇൻറ്റു 1 30 തന്നെയാണ്. 0.1 ഒരു പോയിന്റ് ഇല്ലേ? ആ 30-ൽ ഒരു സ്ഥാനം മാറ്റി കുത്തു കൊടുത്തു. സോ -3 എന്ന് വരും. -3. ഓക്കെ. അപ്പോൾ F ഇൻറ്റു ഡെൽറ്റ ടിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് -3 കിട്ടി. ഇത് ഞാനൊന്ന് റബ്ബ് ചെയ്യുവാണേ. അപ്പോൾ F ഇൻറ്റു ഡെൽറ്റ ടി നമുക്ക് എത്ര കിട്ടി? -3 കിട്ടി അല്ലേ? നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് F ഇൻറ്റു ഡെൽറ്റ ടി ആണോ? അല്ല, നമുക്ക് വേണ്ടത് ആവറേജ് ഫോഴ്സ് ആണ്. നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് F ഇസ് ഈക്വൽ ടു എന്ത് വരുവാടാ, -3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലേ? അതായത് -3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എത്രയാണ്? 0.05 എന്ന് കിട്ടി. നോക്കിയടാ, -3 ഡിവൈഡഡ് ബൈ 0.05 എങ്ങനെ ചെയ്യും? നോക്കിയേ, ഡിനോമിനേറ്ററിൽ നോക്കിക്കേടാ. ഡിനോമിനേറ്ററിൽ 0.05 ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതിനെ അങ്ങ് പോയിന്റ് ഒഴിവാക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 സ്ഥാനമുണ്ട്. അപ്പോൾ താഴെയുള്ളതിൻ്റെ പോയിന്റ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 100 കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. എന്തിനാ 100 കൊണ്ട് ഗുണിക്കുന്നേ? താഴെ 0.05 അല്ലേടാ? അപ്പോൾ 0.05 അല്ലെ, 2 സ്ഥാനമാണ്. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണ്. പോയിന്റ് ഒഴിവാക്കാൻ 100 കൊണ്ട് ഗുണിക്കാം. അപ്പം ഞാൻ ഇതിനെ ഒരു 100 കൊണ്ടങ്ങ് ഗുണിച്ചു. ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഫ്രാക്ഷനെ ചുമ്മാതെ ഒരു സ്ഥലത്ത് മാത്രം 100 കൊണ്ടും 10 കൊണ്ടൊന്നും ഗുണിക്കാൻ പറ്റത്തില്ല. നമ്മൾ താഴെ അല്ലെങ്കിൽ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യണം. അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ ന്യൂമറേറ്ററിലും ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ 100 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിലും കൂടി ഞാൻ ഒരു 100 കൊണ്ട് ഗുണിക്കണ്ടേടാ? ഗുണിക്കണ്ടേ? ഗുണിച്ചു. അപ്പോൾ എന്ത് വന്നു? ന്യൂമറേറ്ററിൽ -3 × 100 -300 ഡിവൈഡഡ് ബൈ താഴെയോ 0.05 × 100. 0.05-നെ 100 കൊണ്ട് ഗുണിച്ചപ്പോൾ ആ 2 പോയിന്റും അങ്ങ് ചാടിയിട്ട് ആരാവും? 5 അല്ലേ? 0.05 × 100 ചെയ്യുമ്പോൾ എത്ര? 5 വരും. അപ്പോൾ -300 ഡിവൈഡഡ് ബൈ 5 കണ്ടോ? -300 ഡിവൈഡഡ് ബൈ 5 നമുക്ക് എന്ത് ചെയ്യാം? 30ഉം 5ഉം തമ്മിൽ വെട്ടാം. 30ഉം 5ഉം കൂടി വെട്ടുമ്പോൾ എത്ര? 6 വരും അല്ലേ? 6 പിന്നെ ഒരു 0. അപ്പോൾ -60 ന്യൂട്ടൺ. -60 ന്യൂട്ടൺ ആണ് ആൻസർ. കണ്ടോ? ഓപ്ഷനിലുണ്ടോടാ? നമ്മുടെ ഓപ്ഷൻ സി -60 ന്യൂട്ടൺ ഉണ്ട് അല്ലേ? -60 ഉണ്ട്, +60 ഉണ്ട്. കണ്ടോ? നിങ്ങളുടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനിൽ കൊടുത്തേക്കുന്നുണ്ടോ? -60 ഉണ്ട്, +60 ഉണ്ട്. ഏതാ ചൂസ് ചെയ്യണ്ടേ? -60. എന്തുകൊണ്ടാണ് -60 തന്നെ ചൂസ് ചെയ്തേ? നമ്മുടെ ബോൾ ഇങ്ങനെ എറിയുമല്ലേടാ. അപ്പോൾ ബോളിന് ആദ്യം ഒരു ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു.
30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് ആ ബോൾ മൂവ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ പിടിച്ചു നിർത്തി, ബാക്കിലേക്ക് വന്ന് അതിനെ പിടിച്ചു നിർത്തി. അപ്പോൾ എന്താ, വെലോസിറ്റി അവിടെ കുറഞ്ഞു. ഇനിഷ്യൽ വെലോസിറ്റി 30 ആയിരുന്നു, ഫൈനൽ വെലോസിറ്റി 0 ആണ്. പിടിച്ചു നിർത്തുമ്പോൾ റെസ്റ്റിലായി, അപ്പോൾ വെലോസിറ്റി 0 ആയി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 0 മൈനസ് 30. 0 മൈനസ് 30 എന്താ, -30 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, നെഗറ്റീവ് വന്നത്. കണ്ടോ, തെറ്റിക്കാതെ നെഗറ്റീവ് വന്ന കാര്യം മനസ്സിലായല്ലോ, ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, -60 ന്യൂട്ടൺ ആണ്. ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോടാ. വൈ ഡസ് ദ ഫീൽഡർ ടേൺ ഹിസ് ആം ബാക്ക്വേർഡ്സ് വൈൽ ക്യാച്ചിങ് എ ഫാസ്റ്റ് അപ്രോച്ചിങ് ക്രിക്കറ്റ് ബോൾ? കണ്ടോ, ക്രിക്കറ്റിൽ വളരെ വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കാനായിട്ട് നമ്മുടെ ഫീൽഡർ കൈകൾ പിന്നിലേക്ക് വലിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നിലേക്ക് വലിക്കുന്നത്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അവിടുത്തെ ടൈം ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ടൈം, ലാർജ് ഫോഴ്സ് എന്താണ്, ഒരു സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമിൽ വരുന്നതിനെയാണ് നമ്മൾ അവിടുത്തെ ഇമ്പൾസ് എന്ന് പറയുന്നത്. ആ ഇമ്പൾസ് മൂലം അവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാവും, അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ആ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവൽ കൂട്ടിക്കൊണ്ട് ആ ഒരു ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിലേക്ക് കൊണ്ടുപോകണേ. ബാക്കിലോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ടൈം ഇൻ്റർവൽ കുറച്ചുകൂടി കൂടത്തില്ലേ, കുറച്ച് സമയം കൂടി കൂടത്തില്ലേ? അപ്പോൾ ഡെൽറ്റ ടി കുറയുമ്പോൾ ഡെൽറ്റ ടി കൂടുമ്പോൾ അവിടുത്തെ എഫ് അഥവാ ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളെ എന്തെന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷനിൽ നിന്ന് കഴിഞ്ഞ പല എക്സാമുകൾക്കായിട്ട് നമ്മുടെ RRBയുടെ ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പരിചയപ്പെട്ടത് ബലം, ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം, മൊമെൻറ്റം, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, ഇമ്പൾസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് PYQസും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്സിൻ്റെ പുതിയൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.